ഏറെ നാളായുള്ള വിലക്കുകൾക്ക് ശേഷം പ്രവാസ ലോകത്തേക്ക് സഞ്ചരിക്കാനിരിക്കുന്ന പ്രവാസികളെ തേടിയെത്തുന്നത് ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. ഏറെ പണിപ്പെട്ടിട്ടാണ് കോവിഷീൽഡ് എന്ന ഇന്ത്യയുടെ വാക്സിൻ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചത്. എന്നാൽ ഈ രാഷ്ട്രം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആയതിനാൽ തന്നെ നിരവധി പ്രവാസികൾ കുടുങ്ങുമെന്ന അവസ്ഥയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ബ്രിട്ടനിൽ 10 ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തി. മാത്രമല്ല, യാത്രയ്ക്ക് 3 ദിവസം മുമ്പേയും രാജ്യത്തെത്തി 2-ാം ദിവസവും 8-ാം ദിവസവും കോവിഡ് പരിശോധന നടത്തിയിരിക്കണം. ആഫ്രിക്ക, തെക്കേ അമേരിക്ക, UAE, തുർക്കി, തായ്ലാന്റ്, ജോർദാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും നിയമം ബാധകമാണ്. ബ്രിട്ടന്റെ നടപടിയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സ്വീഡിഷ് കമ്പനിയായ ആസ്ട്രസെനക്കയും ചേർന്ന് വികസിപ്പിച്ച പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിനാണ് ബ്രിട്ടനിൽ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാക്സിൻ ബ്രിട്ടനിലും ഉപയോഗിച്ചു വരികയാണ്. വെള്ളിയാഴ്ച ബ്രിട്ടീഷ് വാർത്താ വിശകലന വിദഗ്ധനായ അലക്സ് മാക്കിറാസ് ആണ് പുതിയ നിയന്ത്രണം സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തത്. ഒപ്പം കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യാത്രാ ഇളവും നൽകി. നിലവിൽ കോവിഷീൽഡ്, കോവാക്സിൻ, സൈഡസ് കാഡില, മൊഡേണ, സ്പുട്നിക് വി, ജോൺസൺ ആൻഡ് ജോൺസൺ, ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക്ക എന്നീ 7 വാക്സിനുകൾക്കാണ് ഇന്ത്യയിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. നടപടിക്ക് വംശീയ വെറുപ്പിന്റെ ഗന്ധമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ആരോപിക്കുകയുണ്ടായി. കോവിഷീൽഡ് യഥാർത്ഥത്തിൽ ബ്രിട്ടനിലാണ് വികസിപ്പിച്ചതെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ ആ രാജ്യത്തും വിതരണം ചെയ്യുന്നുണ്ടെന്നും പരിഗണിക്കുമ്പോൾ വിചിത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടന്റെ പുതിയ യാത്രാ നിയന്ത്രണം കാരണം തന്റെ പുസ്തകമായ ബാറ്റിൽ ഓഫ് ദി ബിലോങ്ങിങ്ങിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് കേംബ്രിഡ്ജ് യൂണിയനിൽ നടക്കുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്നും ശശി തരൂർ അറിയിച്ചു. 2 ഡോസും സ്വീകരിച്ച ഇന്ത്യക്കാരോട് ക്വാറന്റൈനിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.